നമസ്തേ. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വെറും 19 വയസ്സുള്ള ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു വിവരം സത്യത്തിൽ ആത്മഹത്യ ചെയ്തു എന്നുള്ളതിനേക്കാൾ ഏറെ എന്നെ വിഷമിപ്പിച്ചത് അതിന് ആ കുട്ടി പറഞ്ഞ കാരണമായിരുന്നു. അതിൽ ശരിയാണ്, ഒരുപാട് പേര് കുറ്റപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ ഭർത്താവിനെ. ശരിയാണ്, അയാളുടെ ഭാഗത്തു നിന്നും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഒരാളെ നിറത്തിൻ്റെ പേരിലും അവരുടെ ഭാഷയുടെ പേരിലും ഒക്കെ കളിയാക്കുക അല്ലെങ്കിൽ മാറ്റി നിർത്തുക എന്നൊക്കെ പറയുന്നത് തികച്ചും അപലപനീയമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ 2K കിഡ്സ് വളരെ ഫോർവേഡാണ്, നിങ്ങളുടെ ചിന്താഗതികൾ വളരെ മികച്ചതാണ്, മുൻകാലത്തിലുള്ള ജനറേഷനേക്കാളും നിങ്ങൾ വളരെ മെച്ചപ്പെട്ട രീതിയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ നാട്ടുകാരെ ബോധിപ്പിക്കാനുള്ള നിങ്ങളുടെ ഒരു ശ്രമം ഉണ്ടല്ലോ, നാട്ടുകാരെയും അയൽക്കാരെയും ബന്ധുക്കളെയും ഒക്കെ നോക്കിയിട്ടുള്ള ഒരു ജീവിതം, അത് എന്ന് അവസാനിപ്പിക്കും? എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇപ്പം മരിച്ചുപോയ ആ പെൺകുട്ടിക്ക് ഒരിക്കലും ഇത്തരത്തിലുള്ളൊരു വീഡിയോ കൊണ്ട് ഒരു ഉപയോഗമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇനി വരുന്ന പെൺകുട്ടികളായിക്കോട്ടെ ആയിക്കോട്ടെ, നിങ്ങളാദ്യം നിങ്ങളെ നിങ്ങളാദ്യം നിങ്ങളെ സ്നേഹിക്കുക. പിന്നെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മാതാപിതാക്കൾ, അതുപോലെ തന്നെ നിങ്ങളുടെ പതനത്തിലും നിങ്ങളുടെ സങ്കടത്തിലൊക്കെ നിങ്ങളോടൊപ്പം നിൽക്കുന്ന വളരെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, അവരെ. അതും ഞാൻ പറയുന്നത് കൺസിഡർ ചെയ്യുക എന്നാണ് ഒരു പരിധി വരെ. പക്ഷെ നിങ്ങൾ ആദ്യം വില കൊടുക്കേണ്ടത് നിങ്ങൾക്കാണ്, നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കാണ്, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനാണ്, നിങ്ങളുടെ സ്വപ്നങ്ങൾക്കാണ്. നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നമ്മളുടെ സ്വപ്നങ്ങളായിക്കോട്ടെ ഇഷ്ടങ്ങളായിക്കോട്ടെ അത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരിക്കരുത്, മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാവരുത് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാ അനുജന്മാരോടും അനിയത്തിമാരോടും പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ നാട്ടുകാരെ നോക്കിയുള്ള ജീവിതം അവസാനിപ്പിക്കൂ പ്ലീസ്. ആ കുട്ടി തന്നെ പറഞ്ഞ കാരണം എന്താണ്? വെറും 19 വയസ്സുള്ള ഞാനൊരു ഡിവോഴ്സി ആയിട്ട് മാറില്ലേ, എന്നെ നാട്ടുകാരും ബന്ധുക്കളും അങ്ങനെ കാണില്ലേ? എന്താടോ ഈ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ നിങ്ങൾക്ക് ചെയ്തു തരുന്നത്? നിങ്ങളുടെ കുറ്റങ്ങൾ കുത്തിക്കാണിക്കാനും നിങ്ങളുടെ സങ്കടങ്ങളിൽ സന്തോഷിക്കാനും മാത്രമാണ് അവരിയ്ക്കുന്നത്. അവരെ ബോധിപ്പിക്കാനാണോ? അല്ലെങ്കിൽ അവരുടെ അംഗീകാരം നിങ്ങൾ ഒരു കാര്യം ഓർക്കൂ, അവർ നിങ്ങൾ എത്ര ഹൈറ്റ്സ് ചെന്നാലും നിങ്ങളെ അംഗീകരിക്കില്ല. അവർ പറയുന്ന ചട്ടക്കൂട്ടിൽ നിങ്ങൾ ജീവിച്ചാലും നിങ്ങളെ അംഗീകരിക്കില്ല. അപ്പോഴും നിങ്ങളുടെ തെറ്റും കുറ്റവും അവർ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. അത് അവരുടെ സ്വഭാവമാണ്, അത് മാറില്ല. സമൂഹം മാറില്ല. സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ കുട്ടികളില്ലെങ്കിൽ അല്ലെങ്കിൽ ജോലിയില്ലെങ്കിൽ, ജോലി ഉപേക്ഷിച്ച് നിങ്ങൾ ബിസിനസ് ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കലയെ നിങ്ങൾ തേടിപ്പിടിച്ച് അതിനൊപ്പം സഞ്ചരിച്ചാൽ ഒക്കെ അവർ കുറ്റം കാണും. നിങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ ദയവായി നിങ്ങളുടെ ആ വിഫല ശ്രമം ഉപേക്ഷിച്ചിട്ട് അവനവൻ്റെ കാര്യങ്ങൾ നോക്കി അവനവനെ ഉയർത്തിക്കാട്ടാൻ വേണ്ടിയുള്ള സ്വന്തം സ്വപ്നങ്ങൾക്കായിട്ട് പ്രയത്നിക്കൂ.